ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ ഇന്ന് പോകുന്നത് കുറച്ച് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടാണ്. അല്ലറ ചില്ലറ കുറച്ച് ഷോപ്പിംഗ് ഉള്ളൂ, വലിയ കാര്യമായിട്ടുള്ള ബൾക്കായിട്ടുള്ള ഷോപ്പിങ്സ് ഒന്നുമില്ല. ഞായറാഴ്ച ഒരു ഫങ്ഷൻ ഉണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ച നിങ്ങളെ കൂടി കാണിക്കാം, ഒപ്പം എൻ്റെ നാടും കാണിക്കാം എന്ന് വിചാരിച്ചു ഞാൻ. ഇത് കണ്ടില്ലേ, രണ്ട് സൈഡും നന്നായിട്ട് പച്ചപ്പ് നിറഞ്ഞ് നിൽക്കുന്നത്. ഏരിയ മുഴുവൻ പച്ചപ്പാണ്, നല്ല ഭംഗിയാണ് ഗൈസ് കാണാനായിട്ട്. ശേഷം ഇപ്പോൾ ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പത്രിപ്പാലയ്ക്കാണ് ഞങ്ങൾ പോകുന്നത്, ഞങ്ങളുടെ സ്വന്തം പത്രിപ്പാല. വളരെ അടുത്താണ് ഇവിടുന്ന്, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കുറച്ചേ ഉള്ളൂ, ഇവിടുന്ന് കുറച്ചടുത്താണ്. ഇത് എൻ്റെ നാട് നഗരിപ്പുറം എന്ന് പറയുന്നത്. എല്ലാവരുടെ നാടും വികാരമല്ലേ, അതേപോലെ എനിക്കും എൻ്റെ നാടെന്ന് പറയുന്നത് വളരെയധികം വലിയ വികാരമാണ് ഗൈസ്. കുറച്ച് ദൂരമേ ഉള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പതിരപ്പാലയിലോട്ട്, നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. പക്ഷേ കുട്ടി കയ്യിലുള്ളത് കൊണ്ട് നടക്കാനുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടും കുട്ടീനെ വെച്ച് നടക്കുക ഭയങ്കര റിസ്ക്കുള്ള ഫാക്ടറാണ്. അതുകൊണ്ടാണ് മെയിനായിട്ട് ഓട്ടോ തന്നെ ഉപയോഗിക്കുന്നത്. കൂടുതലും വലുതായതിനു ശേഷം ഇതുവരെ നടന്നിട്ടില്ല. വീട്ടിൽ നിന്ന് പത്രിപ്പാലയിൽ പോകണമെന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ അച്ഛൻ, അല്ലെങ്കിൽ ഏട്ടൻ, അല്ലെങ്കിൽ ഓട്ടോ, ഇങ്ങനെയാണ് കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. വല്ലപ്പോഴേക്കും ഒന്ന് നടക്കാറുള്ളൂ. അപ്പോൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പത്രിപ്പാലയിലേക്ക്. വളരെ അടുത്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ കുറച്ച് ദൂരം എന്തോ ഉള്ളൂ അത് പത്രിപ്പാലയിലോട്ട്. അപ്പോൾ പോകുന്ന കാഴ്ചകളാണ് ഇതൊക്കെ. അതിനിടയിൽ ചെറിയ കുട്ടി കയ്യിലുള്ളത് കൊണ്ട് അവൻ്റേതായിട്ടുള്ള കുറുമ്പോട് ഓട്ടോയിൽ കാണിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ പേടിയുണ്ട്, കാരണം അറ്റത്ത് വന്നിട്ടാണ് നിൽക്കുന്നത്, അവർക്ക് കമ്പിയിൽ പിടിക്കണമെന്ന് പറഞ്ഞിട്ട് അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളും ഉണ്ട്. കാരണം അവനെയും നോക്കണം, ഭയങ്കര കുസൃതിയാണ്. ഓൾമോസ്റ്റ് ഇതാ ഇപ്പോൾ പത്രിപ്പാല എത്താനായി. ഇപ്പോൾ ഞങ്ങൾ ഈ കാണുന്ന ബിൽഡിംഗ് എന്ന് പറയുന്നത് പത്രിപ്പാല ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജാണ്. സോ ഞങ്ങൾ ഫൈനലി കടയിലെത്തി. പത്രിപ്പാലയിലുള്ള മുഞ്ചത്തി ഗോൾഡ് കവറിങ് ഷോപ്പിലേക്കാണ് ആദ്യം ചെല്ലുന്നത്. അവിടെ നമുക്ക് എന്തൊക്കെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിക്കണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ ഈ ഷോപ്പിലേക്ക് അധികം വരാറില്ല, വന്നപ്പോൾ ഇപ്പോഴാണ് ഒന്ന് കണ്ടത്, കൂടുതലും കാണുന്നത്. പക്ഷേ ഫസ്റ്റ് ടൈമാണ് വന്നതെങ്കിൽ പോലും നല്ല ആഭരണങ്ങൾ കേട്ടോ, നല്ല ഗോൾഡ് കവറിങ് ആയിട്ടുള്ള നല്ല പ്രൊഡക്ട്സ് ഇവിടെ ഉണ്ട്. പത്രിപ്പാലയുള്ളവർക്കും മണ്ണൂരും അടുത്തടുത്തുള്ള നമ്മുടെ നഗരപ്പുറത്തുള്ളവർക്കൊക്കെ വന്ന് വാങ്ങിക്കാവുന്നേ ഉള്ളൂ. അടിപൊളി കളക്ഷൻസാണ്. ഇന്നത്തെ ഒരു ഗോൾഡ് റേറ്റിൽ നമുക്ക് കുറച്ചും കൂടി അഫോർഡബിളായി ഉപയോഗിക്കാൻ പറ്റുന്ന ഇത്തരത്തിലുള്ള ഗോൾഡ് കവറിങ് ആഭരണങ്ങളാണ്. അപ്പം നമുക്കധികം നമ്മുടെ കയ്യിൽ നിന്ന് പൈസയും പോവില്ല, എന്നാൽ നമുക്കിത് എടുത്തു വെച്ച് ഉപയോഗിക്കുകയും ചെയ്യാം. ഇതാണല്ലോ, ഇത്രയും ചെയിൻസ് ഇവിടെ അവൈലബിൾ ആണ്. അടിപൊളി കളക്ഷൻസാണ് കാണാനായിട്ട്. വലിയ റേറ്റോ അല്ലെങ്കിൽ വലിയ റേറ്റൊന്നും ഇതിനൊന്നും കാണുന്നില്ല, അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റുകൾ തന്നെയാണ്. പിന്നെ അവിടെ നിന്ന് ഇതൊരു ഒന്നുകൂടി പറയട്ടെ, ഇത് പെയ്ഡ് പ്രൊമോഷൻ അല്ല, കണ്ടപ്പോൾ എനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞതാണ്. ശേഷം അവിടെ നിന്ന് നേരെ ഞങ്ങൾ പത്രിപ്പാലയുടെ തനിമയിലേക്ക് പോയി. അവിടെ നിന്ന് കുറച്ച് പൊട്ട്, ക്ലിപ്പുകൾ, ക്രീം, പിന്നെ എന്തൊക്കെയോ കുറച്ച് ഐറ്റംസും കൂടി വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ അതിനാണ് ഇപ്പോൾ ഇവിടെ വന്നത്. അപ്പോൾ അതിൻ്റെ ഷോപ്പിങ്ങും മറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ. സോ ഫൈനലി അതും കഴിഞ്ഞു. ഞങ്ങളിനി നേരെ പോകുന്നത് വീട്ടിലോട്ടാണ്. അപ്പോഴേക്കും ഇതാ നല്ല മഴക്കാറും ഉണ്ട്. മഴ പെയ്യുമെന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു, കാരണം കുടയൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ അതാ ഞങ്ങൾ ഓട്ടോയ്ക്ക് വേണ്ടിയിട്ട് വീണ്ടും വെയിറ്റ് ചെയ്ത് ഇവിടെ തന്നെ നിൽക്കുകയാണ്. ഓട്ടോ ചേട്ടൻ എന്താ വരുന്നുണ്ട്, ഓട്ടോ കയറി. അപ്പോൾ ഇത് ഞാൻ പഠിച്ച സ്കൂളാണ്, പത്രിപ്പാല ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഞങ്ങളുടെ വികാരം എന്ന് തന്നെ പറയാം, കാരണം എൻ്റെ ലൈഫിലെ പകുതിയിലധികം കൂടുതൽ ഞാൻ ചെലവഴിച്ചത് ഇവിടെയാണ്. എൻ്റെ എന്താ പറയുക, എൻ്റെ കൂടുതൽ ഓർമ്മകൾ, നല്ലതും ചീത്തയുമായ എല്ലാ ഓർമ്മകളും ഈ സ്കൂളിലാണ്. ഒരുപാട് ഫ്രണ്ട്സ് ഇതിലുണ്ടായിരുന്നു. ഇപ്പോൾ അവരൊക്കെ ഓരോരോ സ്ഥലത്താണ്, എനിക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പോലും സ്കൂൾ കാണുമ്പോൾ എപ്പോഴും ഓർക്കുന്നത് നല്ല ഓർമ്മകൾ മാത്രം സമ്മാനിച്ചതാണ്. എല്ലാവരും പഠിച്ച വിദ്യാലയങ്ങളും മറ്റുമൊക്കെ വികാരമാണല്ലോ, അതേപോലെ തന്നെയാണ് എനിക്കും. മറക്കാൻ കഴിയാത്ത ഒരുപാട് ഓർമ്മകളുണ്ട്, നല്ലതും ചീത്തയായിട്ടുള്ള ഒരുപാട് ഓർമ്മകളുണ്ട്. പക്ഷെ നല്ലത് മാത്രം ഇപ്പോൾ ഓർക്കുന്നു, ചീത്തയൊക്കെ ഞാൻ അവിടെ ഉപേക്ഷിച്ചിട്ട് കഴിഞ്ഞു. അങ്ങനെ ഫൈനലി ഞങ്ങളിതാ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് ചെറുതായിട്ട് മഴയുടെ ഒരു ചാറ്റലും ഒക്കെ വീഴുന്നുണ്ട്. അപ്പോൾ ഇനി നേരെ വീട്ടിലേക്ക് പോയി ബാക്കി വീട്ടിലുള്ള കാര്യങ്ങളും കാര്യമൊക്കെ നോക്കണം. സോ താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇനിയും ഇതുപോലുള്ള വീഡിയോകളൊക്കെ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യണം, പറ്റുമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതൊക്കെ നിങ്ങൾ ചെയ്യണം. ഇനിയും നിങ്ങൾ കൂടുതലും വീഡിയോസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ചെയ്യണം, മറക്കരുത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും. ബൈ, ടാറ്റാ.